ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തര തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള സുവിശേഷ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. ഈശോയുടെ പ്രേക്ഷിത കൽപ്പന. യേശു 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വചനപ്രഘോഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്: അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? പ്രസംഗിക്കുന്നില്ലെങ്കിൽ എങ്ങനെ യേശുക്രിസ്തുവിനെ പറ്റി കേൾക്കും? കേൾക്കുന്നില്ലെങ്കിൽ എങ്ങനെ അവനിൽ വിശ്വസിക്കും? വിശ്വസിക്കുന്നില്ലെങ്കിൽ എങ്ങനെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ വചനപ്രഘോഷകരും വചനപ്രഘോഷണവും എന്നും സഭയിൽ ആവശ്യമാണ്. നമ്മൾ എത്ര പേർക്ക് ക്രിസ്തുവിനെ കൊടുത്തു? നമ്മൾ എത്ര പേർക്ക് ജീവിത സാക്ഷ്യം നൽകി? ജെറുസലേം എന്ന കൊച്ചുപട്ടണത്തിൽ തുടങ്ങിയ സഭ ഇന്ന് ലോകം മുഴുവൻ പടർന്നു കിടക്കുന്നുവെങ്കിൽ, 2000 വർഷത്തിനിപ്പുറവും സഭ നിലനിൽക്കുന്നുവെങ്കിൽ അതിന് കാരണം കാലാകാലങ്ങളിൽ വിശ്വാസദീപം തീഷ്ണതയോടെ ജീവൻ വില കൊടുത്തും തെളിച്ചു നിർത്തിയ രക്തസാക്ഷികളുടെയും മിഷണറിമാരുടെയും കരുത്താണ്. തണുത്തുറച്ചുപോയ യൂറോപ്യൻ സഭയെ ചൂടുപിടിപ്പിക്കാൻ, ഉണർത്താൻ, ചെരുപ്പുകൾ വലിച്ചെറിഞ്ഞ് ചാക്കുവസ്ത്രം ധരിച്ച് കുഷ്ഠരോഗികളെ ചുംബിക്കാൻ തെരുവിലേക്കിറങ്ങിയ അസീസിയിലെ ഒരു കുഞ്ഞു ഫ്രാൻസിസിന് കഴിഞ്ഞു. എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവാനാണ് യേശു കൽപ്പിക്കുന്നത്. സകലരോടും സദ്വാർത്ത അറിയിക്കുക എന്നതാണ് നിന്റെ ദൗത്യം. അനുദിനം നീ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സ്നേഹവും സാഹോദര്യവും സന്തോഷവും പകരുവാനായി നീ മാറണം. എല്ലാവർക്കും അവൻ്റെ സദ്വാർത്ത നീ പകർന്നു കൊടുക്കണം. നിന്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും അത് സംഭവിക്കണം. അപ്പോഴാണ് നീ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി മാറുന്നത്. ഇത് നവസുവിശേഷവൽക്കരണത്തിൻ്റെ കാലഘട്ടം. തണുക്കുന്ന വിശ്വാസ ജീവിതത്തിന് ചൂട് പകരുവാനും ജീവനേകുവാനും സഭ ക്ഷണിക്കുന്ന കാലഘട്ടം. ഇവിടെ വിശ്വാസത്തെ കൂടുതൽ സജീവമാക്കണം, തീവ്രമാക്കണം, അനുഭവവേദ്യമാക്കണം. സഭ സ്വഭാവത്തിൽ തന്നെ പ്രേക്ഷിതയാണെന്ന് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നുണ്ട്. തെരുവിലേക്കിറങ്ങി വീഴുകയും പരിക്ക് പറ്റുകയും ചെയ്യുന്ന സഭയാണ് എനിക്കിഷ്ടമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയും സൂചിപ്പിച്ചിട്ടുണ്ട്. അപരതിയിലേക്ക് ഇറങ്ങണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇതെല്ലാം. പക്ഷേ ഇന്നത്തെ ഒരു ദുരന്തം പാപ്പ പങ്കുവയ്ക്കുന്നുണ്ട്. സഭ ഉള്ളിലേക്ക് പിൻവലിയുന്നത് അപകടകരമാണ്. തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി സ്വാർത്ഥതയുടെ കൂടുകളിലേക്ക് മനുഷ്യർ ചുരുങ്ങിപ്പോവുകയാണ്. ഗുരുവിനെ നമ്മൾ തൊട്ടറിയണം. നവസുവിശേഷവൽക്കരണത്തിന് പ്രസക്തി ഇവിടെയാണ്. ആറിപ്പോയ വിശ്വാസത്തെ ചൂടുപിടിപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.